ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കുന്നത്. ഇന്ന് ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫ്ലോ ഉണ്ടല്ലോ നമ്മളുടെ, അത് ഒരു കറക്റ്റ് പാത്താണോ എന്ന് നമുക്ക് നോക്കാം. ഇടയ്ക്ക് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് റീഡിങ്, ഇടയ്ക്ക് ഇങ്ങനെ ടോപ്പിക്സ് എടുക്കാറുണ്ട്. സോ ആർ യു ഓൺ ദ റൈറ്റ് പാത്ത് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ ശരിയാണോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സിനെ ചോദിക്കും. ഓക്കെ, സോ ആർ യു ഓൺ ദ റൈറ്റ് പാത്ത്? ഏത് കാര്യത്തിലായാലും, ഇപ്പോൾ നിങ്ങൾ കരിയറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും ബന്ധങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായാലും ഒക്കെ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഒരു അതായത് യൂണിവേഴ്സ് വിചാരിച്ച ഒരു വഴിക്ക് തന്നെയാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, let's see. Wow, Wheel of Fortune. Okay, 8 of Wands, Ace of Swords and Emperor. Wow, beautiful, very nice. Sorry. ഇവിടെ യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പാത്ത് ഇപ്പോൾ കറക്റ്റ് വഴിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ നയിക്കുന്നത് എന്തിലേക്കാണ് എന്നാണ് ശരിക്കും ഞാൻ ചോദിക്കേണ്ടിയിരുന്നത്. എനിവേ, സോ നിങ്ങൾ പോകുന്നത് ഇപ്പോൾ റൈറ്റ് പാത്തിലാണ്. നിങ്ങൾ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ച ഒരു ലൈക്ക് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി ഉണ്ടാവും അല്ലേ, അതിലേക്ക് എത്തിക്കാൻ യൂണിവേഴ്സായിട്ട് കാണിച്ചു തരുന്ന വഴി തന്നെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ് എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സോ ഒരു ഫെയ്റ്റ്, വിധി, ഡെസ്റ്റിനി എന്നൊക്കെ വിളിക്കാം നമുക്ക്. ഓക്കെ, സോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കറക്റ്റായിട്ട് ശരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാത്ത് കറക്റ്റാണ്. ആൻഡ് യൂണിവേഴ്സായിട്ട് നിങ്ങളെ നയിക്കുന്നതാണ് ഈ ഒരു വഴിയിൽ എന്ന രീതിക്കാണ്. സോ അതിലൊരു മിസ്റ്റേക്കും വരില്ല. ഓക്കെ, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴിയിൽ നിങ്ങൾ നടക്കുന്നുണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഒരിക്കലും അതിൽ നിങ്ങൾക്ക് തെറ്റ് വരില്ല. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്ന രീതിയിലാണ്. നിങ്ങൾ ആക്ച്വലി എല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട എഫേർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ എഫേർട്ടിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് വരും ഈ വഴിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഫാസ്റ്റായിട്ട് നടക്കുന്നതായിട്ട് കാണും. ഓക്കെ, കുറച്ച് സ്പീഡ് കൂടുന്നതായിട്ട് കാണാം. നിങ്ങൾക്കെല്ലാം ലൈക്ക് വേഗം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം തെറ്റ് വിചാരിക്കുന്നതിലും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നും. ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ വളരെ ബോൾഡ് ആൻഡ് കോൺഫിഡൻ്റ് ആവുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ആ കോൺഫിഡൻസ് അത് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്. ബിക്കോസ് നിങ്ങൾക്ക് എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം റൈറ്റ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എഫർട്ട് ഇട്ടിട്ടുണ്ട് മാക്സിമം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിജയങ്ങൾ വരും എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളൊരു കോൺഫിഡൻ്റ് ആവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒരു എംപറർ എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇവിടെയും ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഒരു യുദ്ധം ജയിച്ച് വരുന്ന രീതിക്ക് കണക്കാക്കിക്കോളൂ. ഓക്കെ, ബാക്കി കുറേ ചുറ്റുമുള്ളവരൊക്കെ നിന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലീഡറായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ലെവലിലേക്കാണ് നിങ്ങൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പലതരത്തിലാവാം. നിങ്ങൾ ജോലിയിലാണെങ്കിൽ ഒരു കുറച്ചുകൂടി ലീഡർഷിപ്പ് റോള് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ കാരണം നിങ്ങളുടെ പ്രവൃത്തികൾ അങ്ങനെയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോന്നിലും സക്സസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മറ്റുള്ളവർ നോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ കുറച്ച് പേർക്ക് പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കാരണം നിങ്ങൾ അതിന് അർഹരാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായാലും ശരി കേട്ടോ, അതിപ്പോൾ വലിയ ഇത് എന്ന രീതിയിലല്ല. പക്ഷേ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ, അത് മറ്റുള്ളവർ നോട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ ബോസ് അത് അറിയുന്നുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മുന്നോട്ടൊരു നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നത് അവർ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കോൺഫിഡൻസോടെ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വരാനും കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ നിങ്ങളുടെ മേലെ തരും. ഓക്കെ, ഈവൻ ഫാമിലിയിലായാലും ശരി, ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ നോട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ റെസ്പെക്റ്റ് കൂടുതൽ വരും. ആൻഡ് അവർ നിങ്ങളുടെ ചിലപ്പോൾ അഡ്വൈസിന് വരും, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്ന രീതിക്ക് അവർ വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇതൊക്കെ നിങ്ങൾ ശരിക്കും ഡെസ്റ്റിനിയാണ് നിങ്ങളുടെ. ഓക്കെ, നിങ്ങളുടെ ലൈഫ് പാത്താണ് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്, പുതിയ ഓഫറുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ ഐഡിയാസ് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, സോറി, നിങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത് ലൈഫിൽ, എന്ത് ഫേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങളിങ്ങനെ എത്തിയത് എന്നുകൂടി ഞാൻ പറയാം കുറച്ച്. ഓക്കെ,
നിങ്ങൾ വിഷമങ്ങളോ സ്ട്രെസ്സോ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് കാണും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ലൈഫിൻ്റെ സക്സസിൻ്റെ ഒരു വഴിയിലേക്ക് എത്തിയ പോലെയാണ് എനിക്ക് കാണുന്നത്. പറയാം. മൂൺ കാർഡ് ആൻഡ് കോമ്പറ്റീഷൻ. യെസ്. 5 of cups. ഇതൊന്നും ഈസി ആയിരുന്നില്ല, അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് എളുപ്പമായിരുന്നില്ല. ഓ വാവ്, 3 ace അല്ല 3 ace ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വാവ്, ശരിക്കും ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒന്നും എളുപ്പത്തിൽ കിട്ടിയൊന്നുമല്ല. ഓക്കെ, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഫേസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ അനുഭവിച്ചിട്ടുണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ലാതെ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് പാത്താണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനങ്ങളാണ് ഞാൻ എടുക്കേണ്ടത് എന്ന് നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷനിൽ പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇമോഷണൽ ആയിട്ടുണ്ടാവും. ഓക്കെ, വിഷമങ്ങൾ അനുഭവിച്ച സമയങ്ങളുണ്ടാവും, സ്ട്രെസ് അനുഭവിച്ച സമയമുണ്ടാവും, ക്ലാരിറ്റി ഇല്ലായ്മ, നിങ്ങൾക്കൊരു വഴി എന്താണ് മുന്നോട്ട് എന്നറിയാതെ നിങ്ങൾ നിന്ന സമയങ്ങളുണ്ടാവും. ഓക്കെ, ഇവിടെ കോമ്പറ്റീഷൻ ഫേസ് ചെയ്തായിട്ട് കാണും. 5 കഴിഞ്ഞ് ഇവിടെ 6, നമ്മൾ ഓൾറെഡി പറഞ്ഞു 6 നിങ്ങൾക്ക് സക്സസ് എന്ന്. പക്ഷേ അതിന് നിങ്ങൾ എളുപ്പത്തിലല്ല ജയിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്തിട്ടാണ് ജയിച്ചിട്ടുള്ളത്. ഓക്കെ, പലരും നിങ്ങൾക്ക് തടസ്സമായിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു ജോലിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിക്ക് തന്നെ ചിലപ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ എന്ന് നമ്മൾ അതിനെ വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ചേരുന്ന അവിടെ. ഓക്കെ, എല്ലാവരുടെയും കുറേ പേര് നിങ്ങൾ അതിൽ എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതിൽ നിന്ന് ജയിക്കണമെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു കഴിവ് എക്സ്ട്രാ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ജയിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കോമ്പറ്റീഷൻസിൻ്റെ മേലെ നിങ്ങൾ ജയിച്ച പോലെയാണ് കാണുന്നത്. മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു കാണും, ഇത് സാധിക്കില്ല, ഇവർക്ക് സാധിക്കില്ല എന്നൊക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ മേലെ നിങ്ങൾ ജയിച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ 5 cups ഉണ്ട്. സോ യെസ്, നിങ്ങൾക്ക് നഷ്ടങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മുന്നോട്ട് ലൈഫിൽ പോകുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടങ്ങളും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പാസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ടൊരു ഗ്രോത്ത് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി കാണും. ഓക്കെ, നിങ്ങളുടെ നഷ്ടങ്ങൾ യെസ് ഉണ്ട്, നമുക്ക് എല്ലാവരും. പക്ഷേ ഈ നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കുകയാണ്, പാഠങ്ങൾ പഠിക്കുകയാണ് അല്ലേ, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന്. ഇവിടെ നമ്മളെപ്പോഴും പറയാറുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു, പക്ഷേ ചിലത് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. ഓക്കെ, അതെടുത്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കുകയാണ്. ആൻഡ് ഇവിടെ അഗെയിൻ 3 of wands, നിങ്ങൾക്ക് ഗ്രോത്ത്, എക്സ്പാൻഷൻ എന്ന രീതിക്കാണ്. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ തന്നെ ഈ നഷ്ടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളായിട്ട് എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ്, വെറുതെ ഒന്നുമല്ല. ഓക്കെ, സോ എൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആക്ച്വലി ഇതൊന്നും ഇല്ലെങ്കിൽ ഓർത്തോളൂ, ഇങ്ങനെ ആവണം നിങ്ങൾ. ഓക്കെ, നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് കൊണ്ടുവരൂ. ഓക്കെ, ധൈര്യം കൊണ്ടുവരൂ. എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നോക്കി നിന്നാൽ പോരാ. ഓക്കെ, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രം ഓർത്ത് നിന്നാൽ പോരാ. നിങ്ങൾ പ്ലാൻ ചെയ്യൂ, ഫ്യൂച്ചറിലേക്ക് എന്താ വേണ്ടത്. നിങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യൂ, അതിനുവേണ്ടി എഫേർട്ട് എടുക്കൂ. എളുപ്പമല്ല. യെസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് അഗെയിൻ ഇവിടെ ഒരു ഓഫറിൻ്റെ കാര്യമാണ് കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും സക്സസ് വരുന്ന രീതിക്ക് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് കരിയർ ഗ്രോത്ത് ആയിരിക്കും, കുറച്ച് പേർക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആണ് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്, ഈവൻ ലൈഫിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഓക്കെ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിക്കാണ് കാണുന്നത്. Ace of Cups, Ace of Pentacles ആൻഡ് Ace of Swords ആണ്. ഓക്കെ, സോ 3 ace ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് എഫേർട്ട് ഇടാതെ വരില്ല അല്ലേ. ഈ എഫേർട്ട് നിങ്ങൾ ചെയ്യാതെ ഒരിക്കലും ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് കിട്ടില്ല. ഓക്കെ, യെസ്, വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളെ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി. അതിൻ്റെയാണ് ഈ റിസൾട്ടുകൾ വരുന്നത്. നിങ്ങൾക്ക് എല്ലാം ഇനി മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ഇതുവരെയുള്ള ഒരു ഫേസിൽ നിന്ന് ഐ തിങ്ക് സമയം തിരിഞ്ഞു വന്നിട്ടുണ്ട്, സമയം തിരിയാൻ തുടങ്ങി. നിങ്ങൾ ഈ അനുഭവിച്ച വിഷമങ്ങളിൽ നിന്ന്, സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾ ഇനി നെക്സ്റ്റ് ഒരു ഗ്രോത്തിൻ്റെ ഫേസിലേക്കാണ് നിങ്ങൾ കിടക്കുന്നത്. ബ്ലെസ്സിങ്സിൻ്റെ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കിടക്കുന്നത്. ഓക്കെ, ഒരു കാർമിക് സമയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് എൻഡ് ആയിട്ടില്ലെങ്കിൽ തന്നെ ഡോണ്ട് വറി. ഓക്കെ, അത് തീർച്ചയായിട്ടും അത് മാറി വരും. പക്ഷേ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു ഗിവ് അപ്പ് ചെയ്യാതെ നിങ്ങൾ ശ്രമിച്ചു ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരെ എത്താൻ പറ്റും. ഫാമിലി, ഫ്രണ്ട്ഷിപ്സ് എല്ലാം കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, അതിലെല്ലാം ഒരു ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ ഞാൻ ഓക്കെ അഡ്വൈസ് കാർഡ്സ് കൂടി എടുക്കാം. നിങ്ങളെന്താണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഓക്കെ, നിങ്ങളിങ്ങനെ ആക്കിയെടുക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് യൂണിവേഴ്സിനോട് ചോദിക്കാം. ഓക്കെ, ഈ പ്രശ്നങ്ങളും ഇതുമൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ ബെറ്റർ ആക്കാനും സ്ട്രോങ് ആക്കാനും വേണ്ടിയിട്ടാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, പ്രശ്നങ്ങളെ മറികടന്ന് നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് എഫേർട്ട് ഇടും, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ എന്തൊക്കെ ശ്രമിക്കും എന്നൊരു ടെസ്റ്റുകൾ കൂടിയാണ്. അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല സമയം വരും.
ആൻഡ് നമുക്ക് നോക്കാം. ഓക്കെ, മാസ്റ്റർ ജീസസ് ആണ് വന്നത്. വാവ്, awesome. Forgiveness, you are on the right, on the path of light, love and forgiveness. Further healing is possible at this time. Okay, see ഇവിടെ മാപ്പ് കൊടുക്കലാണ് മെയിനായിട്ട് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, പാസ്റ്റിനെ നിങ്ങൾ ഫൊർഗിവ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെ നിങ്ങൾ ഫൊർഗിവ് ചെയ്ത് വിടാം. ഓക്കെ, സംഭവിച്ചു. ഓക്കെ, അതിൽ നിന്ന് ഞാൻ പാഠങ്ങൾ പഠിച്ചു എന്ന് പറയുക. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിഷമ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സുകൊണ്ട് നിങ്ങൾ ഫൊർഗിവ്നെസ് കൊടുക്കുക. ഓക്കെ, അത് ചെയ്ത് നിങ്ങൾ, കാരണം അതിൽ നിന്ന് ലെസൺസ് പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ്. സോ മാപ്പ് കൊടുത്ത് വിട്ടേക്കുക. അവനവനെയും മാപ്പ് കൊടുക്കുക. ബിക്കോസ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് നടന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനവനെ എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തും, അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവനവനും മാപ്പ് കൊടുക്കുക. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചാണ് പഠിക്കുക. ഓക്കെ, അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. അതിൻ്റെ ഇടയിൽ ചില നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരും എന്ന് വെച്ചാൽ അവനവനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. എനിക്ക് അവനവനെയും മാപ്പ് കൊടുക്കുക നിങ്ങൾ. ജോൺ ഓഫ് ആർക്ക്, വോയിസ് ഓഫ് ട്രൂത്ത്. സ്റ്റാൻഡ് സ്ട്രോങ്, ഫോക്കസ് ഓൺ യുവർ പേർപ്പസ്, റിലീസ് ദ ഫിയർ ആൻഡ് സ്പീക്ക് യുവർ ട്രൂത്ത്. നിങ്ങളോട് പറയുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക. ഓക്കെ, സ്റ്റാൻഡ് സ്ട്രോങ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനു വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കൂ. ആൻഡ് നിങ്ങൾ പേടികളെ മാറ്റിവിടൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പേടിക്കരുത്. ആരുടെ മുമ്പിൽ നിങ്ങളുടെ സത്യങ്ങൾ പറയാൻ, നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയാൻ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു പർപ്പസിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. സ്റ്റാൻഡ് സ്ട്രോങ്, നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക. ഓക്കെ, ചാരിറ്റി, പ്രയർ ആൻഡ് കോൺടംപ്ലേഷൻ. കണക്ട് വിത്ത് ഹെവൻ, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ്. നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ലോണം. ഓക്കെ, പ്രാർത്ഥന വയ്ക്കുക. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് കണക്ട് ചെയ്യുക. ആക്ച്വലി നിങ്ങൾക്ക് പ്രാർത്ഥനകളെല്ലാം നിങ്ങൾക്ക് നടക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നന്നായിട്ട് നമ്മൾ മനസ്സൊരുക്കി ചോദിച്ചാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. ലോർഡ് ഗണേശ, ഇൻഫൈനൈറ്റ് അബണ്ടൻസ്. ഒബ്സ്റ്റക്കിൾസ് ആർ ബീങ് റിമൂവ്ഡ്, സ്പിരിച്വൽ സപ്പോർട്ട് ആൻഡ് കണക്ഷൻസ് ആർ ഇൻക്രീസിങ്. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടൊന്നുമല്ല. തടസ്സങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, അല്ലേ? പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് വഴികൾ ഓപ്പണായി കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് ഓപ്പണാക്കി തരുന്നുണ്ട് നിങ്ങൾക്ക് വഴികൾ. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ഗ്രോത്തിനുള്ള സമയമാണ്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഐ തിങ്ക് അത് നിങ്ങളുടെ സ്ട്രെങ്ത് കൊണ്ട് നിങ്ങൾ മറികടക്കാൻ പഠിച്ചിട്ടുമുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ഈഗിൾ, ആൻസെസ്റ്റർ സ്പിരിറ്റ്. കണക്ട് യുവർ ലിനിയേജ്. എ ഫാമിലി വൂണ്ട് ഓർ പാറ്റേൺ ക്യാൻ ബി ഹീൽഡ് നൗ. ഓക്കെ, കുറച്ച് പേർക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹീലിംഗ് വരാനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് തൊട്ട് അനുഭവിച്ച ചില കാര്യങ്ങളുണ്ടാവും. ഓരോ ഫാമിലിക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. ചിലവർക്ക് ഫൈനാൻസ് ഒരിക്കലും ശരിയാവുകയില്ല, ചിലവർക്ക് ബിസിനസ് ചെയ്താൽ ചിലപ്പോൾ ശരിയാവുകയില്ല. ഓക്കെ, ചിലവർക്ക് റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ. നിങ്ങളുടെ ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ചിലപ്പോൾ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളെപ്പോഴും കാണും. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ്, ഈവൻ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, ആൻസെസ്റ്റേഴ്സ്, അതായത് എപ്പോഴും നിങ്ങളുടെ ഫാമിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലത്തെ അസുഖങ്ങൾ വരിക, ഹെൽത്ത് ഇഷ്യൂസ് വരിക. ഈവൻ ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഫൈനാൻസ്, നിങ്ങൾ എത്ര എന്തൊക്കെ ചെയ്താലും ചിലവർക്ക്, ചില കുടുംബങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണും നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടാവാം. ചെറുതായിരിക്കാം, വലുതായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തം കോൺഫിഡൻസ് ഇല്ലായ്മ, അതും ഒരു പാറ്റേൺ ആണ്. നിങ്ങൾ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവിൻ്റെ ചിലപ്പോൾ കാണും. എല്ലാവർക്കും അല്ല, മീൻസ് ഒരു ജനറേഷൻസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരും അങ്ങനത്തെ ഒരു കാര്യം അനുഭവിച്ചിട്ടുണ്ടാവും. കുറച്ച് പേർക്ക് ഫൈനാൻഷ്യലി ഒരു സ്ട്രഗിൾ എപ്പോഴും അവർ അനുഭവിക്കും. അതായത് എത്ര ജോലി ചെയ്ത് കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ ആ ഫാമിലിയിൽ പൈസ നിൽക്കില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുപോലെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ആൻസെസ്ട്രൽ തൊട്ടുള്ള ഒരു കാര്യം അത് ഹീലാവാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. എനിവേ, അത് ഓക്കെ, ഹോപ്പ്, ലവ് ആൻഡ് ആക്സെപ്റ്റൻസ് ഉണ്ട് ഇവിടെ. ലവ് ഇസ് യുവേഴ്സ്. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞു ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വരാം. ഓക്കെ, ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്സ് നിങ്ങളുടെ ഒരു ബെറ്ററായിട്ട് മുന്നോട്ട് പോകുന്ന രീതിക്കും കാണുന്നുണ്ട്. സോ യെസ്, ഓവറോൾ നിങ്ങൾക്ക് ഗൈഡൻസ് ഇവിടെ യൂണിവേഴ്സ് തരുന്നുണ്ട്. ഇത് നിങ്ങൾ മെയിനായിട്ട് പറയുന്നത് ഓർക്കുക, പ്രശ്നങ്ങളും അതെല്ലാം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷെ അതിനെ മറികടക്കാൻ നിങ്ങൾ ധൈര്യത്തോടെ എത്രത്തോളം ചെയ്യുന്നോ നിങ്ങൾക്ക് സക്സസ് അത്രത്തോളം കിട്ടും എന്നാണ്. ഓക്കെ, കുറേയൊക്കെ വിധി നമ്മുടെ കയ്യിലും ഉണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എല്ലാവർക്കും ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൻ്റെ ഉണ്ടാവട്ടെ. ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്, ഡോണ്ട് വറി. ഓക്കെ, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും അത് നിങ്ങളെ റൈറ്റ് പാത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പ്രശ്നങ്ങൾ വരും, ചില ലോസ് വരും, അല്ലേ, കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് പാത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തരുന്നത്. ഓക്കെ, സോ എല്ലാം നല്ലതായിട്ട് തന്നെ വരും, ഡോണ്ട് വറി. അപ്പോൾ എല്ലാവരും കീപ് ഗോയിങ്. ആൻഡ് നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.